നമസ്കാരം പ്രേക്ഷകരെ, ഏവരെയും എവരിത്തിങ് ഹാപ്പിനെസ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സുഹൃത്തുക്കളെ, ഇപ്പോൾ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെയും പിൻവാതിൽ നിയമനത്തിൻ്റെയും ഒക്കെ പറ്റിയുള്ള റിപ്പോർട്ടുകൾ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓൾറെഡി ഗവൺമെൻറ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഓൾറെഡി നിയോഗിച്ചിരിക്കുന്നു. അജിത ബീഗത്തിൻ്റെ നേതൃത്വത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ പോവുകയാണ്. ഇങ്ങനെയൊക്കെ അന്വേഷണങ്ങൾ നടന്നാലും ഈ പിൻവാതിൽ നിയമനത്തിലൂടെ ഉന്നത സ്ഥാനത്തിൽ എത്തിയിരിക്കുന്ന തട്ടിപ്പ് വീരന്മാരെ എല്ലാവരെയും പിടിക്കുമോ? അവരെ എല്ലാവരെയും പിരിച്ചുവിടുകയും അവർ സമ്പാദിച്ച സമ്പാദ്യങ്ങളെല്ലാം തിരിച്ചു പിടിക്കുകയും ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ അവർക്കും ഉത്കണ്ഠയും സംശയമുണ്ട്. സുഹൃത്തുക്കളെ, ഇതിനകത്തെ വസ്തുത, ഈ പിൻവാതിൽ നിയമനത്തിലൂടെ ഉന്നത ശ്രേണിയിൽ എത്തിയിരിക്കുന്ന കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് KAS പോലുള്ള, അതേപോലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ധാരാളം പിൻവാതിൽ നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. മാർഗദർശികളും ഉത്തമ പൗരന്മാരായി നിയമബോധമുള്ള നിയമങ്ങളെ അനുസരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥ വൃന്ദത്തിന് പകരം ഇങ്ങനെ തട്ടിപ്പിലും വെട്ടിപ്പിലും കൊള്ളയിലൂടെയും കൈക്കൂലിയിലൂടെയും അഴിമതിയിലൂടെയും സ്വജനപക്ഷപാതത്തിലൂടെയും ഒക്കെ ഉന്നത ശ്രേണികളിൽ വിരാജിക്കുന്ന ഈ കള്ളക്കപടന്മാർ എങ്ങനെ സത്യമേവേ ജയതേ എന്നുള്ള സത്യമായ ലോകം, അല്ലെങ്കിൽ നിയമവ്യവസ്ഥ, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പുരോഗതി എങ്ങനെയുണ്ടാവും? അപ്പോൾ ഇത് ഒരു ആമുഖമായിട്ട് പറഞ്ഞാണ് സുഹൃത്തുക്കളെ. ഇപ്പോൾ നമ്മുടെ ആളുകൾ എല്ലാവരും വളരെയധികം ആശങ്കാകുലരായിക്കൊണ്ടിട്ട് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗം അധപതിച്ചിട്ട് ലക്ഷക്കണക്കിന് കുട്ടികൾ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുന്നു. അവരവിടെ സെറ്റിലാകുന്നു. അവർ ഇന്ത്യയിലേക്ക് വരുന്നില്ല. കേരളം ഒരു വയോജന സംസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുന്നു. കേരളം മാത്രമല്ല, മറ്റ് ഇതര ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ സ്ഥിതി അതുതന്നെ. പണമുള്ളവരെല്ലാവരും പുറത്തേക്ക് പോകുന്നു. അത് പോകുന്നത് തന്നെ ലക്ഷക്കണക്കിന് സർട്ടിഫിക്കറ്റുകൾ വ്യാജമായി ഉണ്ടാക്കിക്കൊണ്ട് വിദേശങ്ങളിൽ ജോലി തേടിയിരിക്കുന്നു. വ്യാജ ഫാക്ടറികളെപ്പറ്റി അന്വേഷണം നടക്കുന്നില്ല. കള്ള സർട്ടിഫിക്കറ്റുകൾ മലപ്പുറത്തൊരു മഫിയ ഉണ്ടെന്ന് പറയുന്നു. ഇതിനെപ്പറ്റി എന്തുകൊണ്ട് CBI മറ്റുള്ള ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷനുകളൊന്നും അന്വേഷിക്കുന്നില്ല? ഇതിവിടെ തന്നെയല്ല, ബീഹാറിലുമുണ്ട്, എല്ലായിടത്തും ഉണ്ട്, എല്ലാവർക്കും അറിയാം. കർണാടകയിലുമുണ്ട്, എല്ലായിടത്തും അറിയാം. പക്ഷേ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈ കള്ള തട്ടിപ്പിലൂടെ സ്ഥാനമാനങ്ങൾ നേടിയിട്ടുള്ള ഉദാഹരണത്തിന് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒക്കെ നേടിയിട്ടുള്ള ഈ ആൾക്കാർ പഠിപ്പിച്ചു വിടുന്ന വിദ്യാഭ്യാസത്തിന് എന്ത് മഹനീയതമാണ് ഉണ്ടാകുക, എന്ത് മഹത്വമാണ് ഉണ്ടാകുക? കുട്ടികൾ എന്ത് മനുഷ്യത്വമാണ് പഠിക്കുക? കുട്ടികൾ എന്ത് സാങ്കേതികമാണ് പഠിക്കുക? ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇപ്പോൾ തന്നെ പഴയ കാലത്തെ മാതാപിതാക്കൾ ഒക്കെ പറയും, കുട്ടികളെ തല്ലിപ്പഠിപ്പിക്കണം, അവരെ പീഡിപ്പിച്ച് പഠിപ്പിക്കണം, അവർക്ക് പ്രഷറൈസ് ചെയ്യണം. എത്രയോ കുട്ടികൾ ഇപ്പോൾ നമ്മൾ കണ്ടു, നീറ്റ് പരീക്ഷയിലും മറ്റുള്ള JEE പരീക്ഷയിലുമൊക്കെ മാതാപിതാക്കളുടെയും മറ്റുള്ളവരുടെയും റിലേറ്റീവ്സിൻ്റെയൊക്കെ പ്രഷർ താങ്ങാനാകാതെ എത്രയോ ജീവനുകൾ ഹോമിക്കപ്പെടുന്നു, എത്രയോ ഇളം തലമുറകൾ നശിക്കപ്പെടുന്നു. ഇതൊക്കെ നമ്മൾ കാണേണ്ട വസ്തുതകളാണ്. അതോടൊപ്പം തന്നെ നല്ല കഴിവുള്ള യുവതലമുറ വിദേശങ്ങളിലേക്ക് ചേക്കേറുന്നു. നമ്മുടെ രാജ്യത്ത് ഒരു മസ്തിഷ്ക ബ്രെയിൻ ചോർച്ചയുണ്ടാകുന്നു. ഇത് സുഹൃത്തുക്കളെ, നമ്മുടെ സ്കൂളിൽ തന്നെ മാതാപിതാക്കളുടെ വിവേകക്കുറവ് കൊണ്ട് ടീച്ചർമാരോടും മറ്റുള്ളവരോടും പറയും, കുട്ടികളെ തല്ലിപ്പഠിപ്പിക്കണം, അവർക്ക് നല്ല ശിക്ഷ കൊടുക്കണം. പക്ഷേ ആ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന മാനസികാഘാതം ആരും പഠിക്കുന്നില്ല. എത്രയോ വിഷയങ്ങളുണ്ട്. സോഷ്യലിൻ്റെ ടീച്ചർ വന്ന് 2 അടി കൊടുക്കുന്നു, കുഞ്ഞിളം കൈകൾ ധരിച്ച് വേദനിച്ചിരിക്കുന്നു. അടുത്തത് കെമിസ്ട്രി വരുന്നു, മാത്തമാറ്റിക്സ് വരുന്നു, ഫിസിക്സ് വരുന്നു, ജോഗ്രഫി വരുന്നു, അങ്ങനെ ബയോളജി വരുന്നു, സുവോളജി വരുന്നു, അവസാന ഹെഡ് മാസ്റ്റർ വരുന്നു. എന്തെങ്കിലും കുസൃതി പറഞ്ഞ് തല്ലോട് തല്ലേ. ഈ പരിതാപകരമായ അവസ്ഥ ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്നു, ഇന്ത്യയിൽ നടമാടിക്കൊണ്ടിരിക്കുന്നു. ഇത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ട്യൂഷൻ, അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് അപ്പൻ്റെയും അമ്മയുടെയും വക മറ്റുള്ളവരുടെയും വക പീഡനം. ഈ കുഞ്ഞു തലമുറ തന്നെയല്ല, ഈവൻ ഡോക്ടറിനും എൻജിനീയറിങ്ങിനും പഠിക്കുന്ന കോളേജ് തലത്തിൽ വരെ ഈ മാതിരിയുള്ള ചൂഷണം, പീഡനം നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനെതിരെ മാതാപിതാക്കളും നമ്മുടെ സമൂഹവും ചിന്തിക്കേണ്ടതാണ്. വിദേശത്ത് ഇങ്ങനെയൊന്നുമില്ല. വിദേശത്ത്
അവിടെ ഓരോ കുട്ടിൻ്റെയും നൈപുണ്യം കണ്ടുപിടിക്കുകയാണ് ലക്ഷ്യം. ഓരോരുത്തരിലും ഓരോ കഴിവുകളാണ്. എല്ലാവർക്കും ആൽബർട്ട് ഐൻസ്റ്റീനും അബ്രഹാം ലിങ്കനും ഐസക് ന്യൂട്ടനും എല്ലാവർക്കും അബ്ദുൽ കലാമൊന്നും ആകാൻ കഴിയുകയില്ല. ഓരോരുത്തർക്ക് അവരവരുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന നൈപുണ്യം ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന കഴിവ് പുറത്തെടുത്ത് വികസിപ്പിച്ച് അതിൻ്റെ ഉച്ചസ്ഥായിലെത്തി തലമുറയ്ക്കും ഭാവി തലമുറയ്ക്കും ലോകത്തിനും വേണ്ടി അവനവൻ്റെ രാജ്യത്തിനും വേണ്ടി സേവനം ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ജീവിച്ചിരിക്കുമ്പോൾ പ്രവർത്തിക്കുന്നതാണ് ഉത്തമ വിദ്യാഭ്യാസം. അതിനു പകരം ഫോഴ്സ് ചെയ്ത് മാതാപിതാക്കളും അധ്യാപകരും സ്കൂളുകാരും പ്രൈവറ്റ് സ്കൂളുകാരും കോളേജുകളും അക്കാഡമിക്കൽ മെറിറ്റിന് വേണ്ടിയിട്ടും ഡോക്ടേഴ്സ് അക്കാഡമി, IAS അക്കാഡമി, IPS അക്കാഡമി എന്നൊക്കെ പറഞ്ഞ് കുറേ കവട സ്ഥാപനങ്ങളും കള്ളസ്ഥാപനങ്ങളും ഒക്കെ നടത്തി പണമുണ്ടാക്കിക്കൊണ്ട് കുട്ടികളെ, ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ ചൂഷണം ചെയ്യുന്നതായ വ്യവസ്ഥിതി മാറ്റേണ്ടതാണ്. കംപ്ലീറ്റ് കർശനമായ നിയമങ്ങൾ സർക്കാർ സ്കൂളുകളിലും പ്രൈവറ്റ് സ്കൂളുകളിലും കോളേജുകളിലും നടത്താണ്ടാണ്. ഇത് അങ്ങോളം ഇങ്ങോളം കേരളത്തിലും ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിലും വിവിധ പ്രൈവറ്റ് സ്കൂളുകളിലും കോളേജുകളിലും സംസ്ഥാനങ്ങളിലും നടമാടുന്നു. ഇങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് മാർക്കുകൾ വാരിക്കൂട്ടി അതിനുവേണ്ടി അങ്ങനെയുള്ളതായ ഈ മത്സരത്തിനിടയിൽ കൂടിയാണ് ഇത്രമാത്രം പരീക്ഷാ തട്ടിപ്പുകളും ഉണ്ടെന്ന്. തോറ്റ പരീക്ഷയുടെ ഉത്തരപേപ്പർ വീണ്ടും പുനർനിർണയം ചെയ്ത് കള്ളമാർക്ക് ഇട്ടിട്ട് ജയിപ്പിച്ച് കള്ളത്തരത്തിലൂടെ പൈസയും വാങ്ങി അല്ലെങ്കിൽ പാർട്ടി നോക്കി ഇത് നോക്കിയിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ വരെ ഈ മാതിരി കള്ളത്തരങ്ങൾ കാണിച്ച് പങ്കിട്ട് അധികാരം സ്ഥാനത്തിരിക്കുമ്പോൾ എന്ത് തലമുറയ്ക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാവുക? സുഹൃത്തുക്കളെ, ഇത് ചിന്തിക്കേണ്ടതാണ്. നമ്മളെ സമൂഹവും മനസാക്ഷിയും അധ്യാപകരും സമൂഹവും മാതാപിതാക്കളും ഗുരുക്കന്മാരും ടീച്ചർമാരും പ്രൊഫഷണലിസ്റ്റുകളും സയൻറ്റിസ്റ്റുകളും ഒക്കെ ചിന്തിക്കേണ്ടതാണ്. ഇതാണ് ഈ കുഞ്ഞുങ്ങളുടെ പീഡനവും ഈ വിദ്യാഭാരവും ഒക്കെ ചിന്തിക്കേണ്ടതാണ്. നന്ദി, നമസ്കാരം സുഹൃത്തുക്കളെ. താങ്ക് യു. ഐ എം ക്യാപ്റ്റൻ ഗ്രാൻഡ് മാസ്റ്റർ ഷാജി മാത്യു. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. ഔട്ട്.